നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. മദ്യവീര്യത്തിൽ ആടിക്കുഴങ്ങി സർക്കാരും കുടിയന്മാരും. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പൈസ കൊടുത്ത് പോയി, ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പോയി, അതേപോലെ ചെയ്യാം. വിഷയം ലഘൂകരിക്കാൻ പുത്തൻ അടവുകളുമായി കള്ളുമന്ത്രി സുധാകർജി. നല്ല കള്ള് ഷാപ്പുകളുണ്ട്, അവിടെയൊക്കെ ഒരു ഔട്ട്ലെറ്റ് കൂടി സ്ഥാപിക്കാൻ കഴിയും, അത് നോക്കാൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പി.ജെ. ജോസഫിനെ പൊളിച്ചടക്കി പി.സി. ജോർജ്. പി.എസ്. കണ്ണീരിങ്ങനെ തൊട്ട് നിൽക്കുന്ന പട്ടം അടിച്ചിട്ട് കേരളം മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു മുല്ലപ്പെരിയാർ പൊട്ടുപോയി. പക്ഷെ ഇവിടെ 4 ഡാമാണ് പൊട്ടാൻ പോകുന്നത്. 30 ലക്ഷം ജനങ്ങളാണ് മരിക്കാൻ പോകുന്നത്. ഇനിയും പൊട്ടിക്കാൻ ഒരുപാട് ബോംബുകൾ ഉണ്ടെന്ന മുന്നറിയിപ്പുമായി ജോർജ് ചായൻ. ഞാൻ 2 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുള്ളൂ. ഇനി എന്തെല്ലാം പറയാൻ കിടക്കുന്നു. അതിരപ്പിള്ളിയിലെ ആശങ്കകൾക്ക് നടുവിലേക്ക് ശ്രീനിവാസൻ കുളിരായി ഇറങ്ങി. സോളാറിൽ കണക്ക് പറഞ്ഞ് ശ്രീനിവാസനും മണിയാശാനും. സോളാർ വലിയ ചിലവുള്ളതാണ്. അത് സോളാർ ഉൽപ്പാദിപ്പിച്ചാൽ 6 രൂപയിൽ കൂടുതലെങ്കിലും ഒരു യൂണിറ്റ് ആകും. അത് എവിടുത്തെ കണക്കാണെന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടിയതേയില്ല. സൂര്യന് നമ്മളെന്തെങ്കിലും വാടകയൊന്നും കൊടുക്കണം. നാട്ടിലുടനീളം മദ്യത്തിന്മേലുള്ള മധ്യസ്ഥ ചർച്ചകളാണ്. സുപ്രീം കോടതി വിധി വന്നതോടെ പൂട്ടിയത് മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള തത്രപ്പാടിലാണ് മദ്യക്കച്ചവടക്കാർ. പൂട്ടിയതൊന്നും എവിടെയും തുറപ്പിക്കില്ല എന്ന വാശിയിൽ മദ്യവിരോധികൾ. ഒരു പെഗ് കിട്ടി കൈവിറൽ മാറ്റി ഒന്ന് സ്റ്റേണാവാൻ മദ്യസ്നേഹികൾ. ഇതിനിടയിലും കോടികൾ വരുമാനം കിട്ടുന്ന മദ്യം വിറ്റഴിക്കാൻ ഏതെങ്കിലും ഒരു കൂര നോക്കി നടക്കുകയാണ് സർക്കാർ. ഇതെല്ലാം മുൻകൂട്ടി കണ്ട എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ്റെ ബോധം നേരത്തെ പോയിരുന്നു. പകരം ചുമതലയുള്ള കവിമനസ് സുധാകർജിയിലാണ് ഇനി എല്ലാ പ്രതീക്ഷയും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്ന നടപ്പിലായിക്കൊണ്ട് തന്നെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഒരു വശം. അതിലാണ് നിലവിലുള്ള അനുവദിച്ച കൗണ്ടർ, ഇപ്പം സുപ്രീം കോടതി അംഗീകരിക്കുന്ന ഷാപ്പുകളുണ്ടല്ലോ, അവിടെ കൂടുതൽ കൗണ്ടർ തുടങ്ങുക. നമുക്ക് കുടിയന്മാർക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കണം. ഇവിടെ എല്ലാത്തിനും യൂണിയൻ ഉണ്ട്, നമുക്ക് യൂണിയൻ ഇല്ല. അപ്പോൾ അത് വേണം. 4 മണിക്കൂർ കൊണ്ട് നിൽക്കുക, 4 മണിക്കൂർ കൊണ്ട് നിൽക്കുക. നമ്മളെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. മാറ്റം വേണം. മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവർ ഇഷ്ടം പോലെ കൗണ്ടർ തുറക്കുക, ജനങ്ങൾ വരിക, വാങ്ങുക, പോവുക. നമ്മളിപ്പോൾ റേഷൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പൈസ കൊടുത്ത് പോയി, ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പോയി, അതേപോലെ ചെയ്യുക. അപ്പോൾ 2 or 3 ഷാപ്പിൻ്റെ 3 ഔട്ട്ലെറ്റിൻ്റെ ഗുണം ഒരിടത്ത് ചെയ്യാം. ഇപ്പോൾ 2 കൗണ്ടറാണെങ്കിൽ 6 കൗണ്ടറാക്കാൻ സൗകര്യമുണ്ട്, ചെയ്യാമല്ലോ. അങ്ങനെ കുറേ ഒന്ന് വിറയലുണ്ട്. രണ്ടാമത് 9 മണി രാത്രി നമ്മൾ 9:30 വരെ ആക്കാൻ ഒക്കെ നോക്കുക. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വാങ്ങിയിട്ട് പോവാം. മദ്യം വേണം. 7ാമത്തെ മദ്യശാല ഇവിടെ വന്നത്. എൻ്റെ പെങ്ങളുടെ മകനാണ് ഇപ്പോൾ ഇവിടെ ഗീലാ വിളിച്ച് കൗൺസിലർ. ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചാണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്താ ചെയ്യുക? ഇത് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ആക്കാനിട്ടാ എല്ലാവരും കൂടി നാട്ടുകാരെ തീരുമാനം എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കാം. മൂന്നാമതായിട്ട് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശമാണ്
ഇപ്പോൾ കള്ള് ഷാപ്പുകൾ സുപ്രീം കോടതിയുടെ പരിധിയിൽ നടക്കുന്ന ഒരുപാട് കള്ള് ഷാപ്പുകളുണ്ട്. ആ നല്ല കള്ള് ഷാപ്പുകളുണ്ട്. അവിടെയൊക്കെ ഒരു ഔട്ട്ലെറ്റ് കൂടി സ്ഥാപിക്കാൻ കഴിയുമോ അത് നോക്കാൻ പറഞ്ഞു. അതിന് പല നിയമ തടസ്സമില്ലെങ്കിൽ വല്ല നിയമ ഭേദഗതി പോകണമെന്നല്ല, കള്ള് ഷാപ്പ് നിയമം വേറെയാണ്. അപ്പോൾ അതിനകത്ത് നടത്തുന്നതിന് വരെ ഓർഡർ ഇറക്കണം, അതെല്ലാം നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ കവിത എഴുത്തു പോയിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് സുധാകർജി. മദ്യം കിട്ടാതെ കുടിയന്മാർ അക്രമാസക്തരായി സുധാകർജിയുടെ ബോധവും പോകാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇത് വീര്യം കൂടിയ വകുപ്പാണ്. അതിനിടെ ഒരു പഴയ മന്ത്രി പണ്ട് മറ്റൊരു വിഷയത്തിൽ നെഞ്ചുപൊട്ടി നിലവിളിച്ചത് ഓർമ്മ വരികയാണ്. അതെ, മുല്ലപ്പെരിയാർ പൊട്ടുന്നതോർത്ത് എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന പി ജെ ജോസഫിന്റെ രോദനം. 4 മണിക്ക് എഴുന്നേക്കും, അത്രേ ഓർമ്മുന്നുള്ളൂ. ഈ മുല്ലപ്പെരിയാർ വന്നതിന് ശേഷം ഉറക്കം കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് 999 ഡാം സിനിമ കാണാൻ പോയി. സിനിമ കണ്ടപ്പോ ഒരു ഡാം പൊട്ടി, അതായത് ചൈനയിലെ ഏത് ഡാമാ? ചൈനയിലെ ഡാം ഏതാന്ന് പറഞ്ഞു. ഇത് എല്ലാ ടിവിയിലും വന്നുകൊണ്ടിരിക്കുന്നതാ. ആർക്കറിയാവുന്നേ? ചൈനയിലെ ഒരു ഡാം പൊട്ടിയിട്ട് അതാരാ പറഞ്ഞു? ഇങ്ങോട്ട് ഒരു 100 രൂപ ഒരു 100 രൂപ വേണ്ട, 100 രൂപയുടെ ആരാ തരുന്നു? ഓക്കെ, പേരെന്താ? മിടുക്കൻ. ഞാൻ സത്യാഗ്രഹം ഇരുന്ന് അവിടെ അതിന്റെ കൂടെ ഇരിക്കാൻ വരുമോ? ഓക്കെ. ബാങ്കിയാമോ എന്നാണ് പറയുന്നത്. ആ ഡാം പൊട്ടിയിട്ട് 1.25 ലക്ഷം ജനങ്ങളെ മരിച്ചുള്ളൂ. അതാണ് ഇവര് ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ 4 ഡാമാണ് പൊട്ടാൻ പോകുന്നത്. 30 ലക്ഷം ജനങ്ങളാണ് മരിക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഏഷ്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇത് വന്ന് നിന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ? നിങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാൻ നിവൃത്തിയില്ല. തമിഴ്നാട് കണ്ണട ചീരിട്ടാക്കരുത്. ഡാം പണിയാൻ അനുവാദം തരണം. ഡാം കേരളം പണിതോളാം. 650 കോടി രൂപ. ഡാം പെട്ടെന്ന് പണിയുമോ? 1 കൊല്ലം കൊണ്ട് പണിയും. ഞാൻ ഇതിന്റെ വകുപ്പിന്റെ മന്ത്രിയാണ്. 1 കൊല്ലം കൊണ്ട് ഡാം തീരും. സാധാരണഗതിയിൽ 5 കൊല്ലം. എന്റെ പൊന്നെ, ഞാൻ ഈ പറഞ്ഞു ഒന്ന് പൂർത്തിയാകട്ടെ. തമിഴ്നാട്ടിലുള്ള ആളുകൾ കേൾക്കട്ടെ, രാജ്യത്തുള്ള എല്ലാവരും കേൾക്കട്ടെ. ദിസ് ഈസ് മൈ അപ്പീൽ. പോകാൻ ധൃതിയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ 2 മിനിറ്റ് കൊണ്ട് തീർക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? ഒന്ന് ക്ഷമിക്കണം. ഓക്കെ. അതിന്റെ ഫ്ലോ കളഞ്ഞു. കൂടെ നടന്നവരുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനി എന്തെല്ലാമാണ് പുറത്തു വരാനുള്ളത് എന്ന് ആര് കണ്ടു? ഞാൻ 2 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുള്ളൂ. ഇനി എന്തെല്ലാം പറയാൻ കിടക്കുന്നു. അതെ, അതാണ്. അപ്പോൾ PC ഒരുങ്ങി തന്നെയാണ്. പലരും പേടിക്കേണ്ടി വരും. എന്തായാലും പി ജെ ജോസഫിനെതിരെയുള്ള ആരോപണം അതികഠിനമാണെന്നും അതിന് ഒരു മറുപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ അതിരപ്പള്ളിയുടെ സ്വന്തം ശ്രീനിവാസൻ.